ഹലോ മൂവി ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സിനിമാ ചർച്ചയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് മാരീഷൻ, നമ്മുടെ ഫഹദ് ഫാഫ ആൻഡ് വടിവേലു കോമ്പിനേഷൻ. ഇപ്പോൾ രണ്ടാമത്തെ സിനിമയാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് കോംബോ. കഴിഞ്ഞ പടം തകർത്ത് കൈ തന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കോംബോ വന്നപ്പോൾ വീണ്ടും ഒരു വലിയൊരു എന്താണ് അതിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതെ, ഇതിൻ്റെ ടീസറും ട്രെയിലറും ഒക്കെ വന്നപ്പോൾ നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇറ്റ്സ് എ ക്രൈം ത്രില്ലർ. അത് പറയണോ? പിന്നെ ലൈക്ക് അതൊരു സ്പോയിലർ ആണോ? സ്പോയിലർ, ഇറ്റ്സ് നോട്ട് എ സ്പോയിലർ ബിക്കോസ് എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും വന്നു. ഇറ്റ്സ് എ ക്രൈം ത്രില്ലർ. അത് എവിടെ എങ്ങനെ എന്ത് സംഭവിക്കുന്നു, ഇറ്റ്സ് എ സസ്പെൻസ്. ബിക്കോസ് അല്ല, ഒരു ഫിലിം സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ അവര് സ്റ്റോറി ലൈൻ ആ ഒരു വിത്തിൻ 2 സെക്കൻഡ് നമുക്ക് സ്റ്റോറി മനസ്സിലാവും. അതാണ് ഈ പേര് കാണിച്ചു തുടങ്ങുമ്പോ തന്നെ അല്ലേ നമ്മൾ ശ്രദ്ധിച്ചിനോന്നറിയില്ല. പേര് കാണിക്കുമ്പോഴല്ല, സിനിമ ഓപ്പൺ ആവുന്ന തന്നെ ഈ സിനിമയുടെ ഒരു വൺ ലൈൻ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഞാൻ പേരിന്റെ കാര്യം പറഞ്ഞത് അതിനല്ല. ടൈറ്റിൽ ഇപ്പൊ നമ്മൾ ഓൾറെഡി ടൈറ്റിൽ കണ്ടവർക്കൊക്കെ അറിയാം. ടൈറ്റിലില്ല, ആ സ്റ്റോറി പോകുന്ന സ്ഥലങ്ങളുടെ ഒരു ഇതാ ടൈറ്റിലിന് കൊടുത്തിട്ടുണ്ട്. അതും അതിന്റെ കൂടെ ഡീറ്റെയിലിംഗ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിന്റെ ടൈറ്റിൽ തന്നെ ഏകദേശം അതിന്റെ ഒരു ഇല്ലസ്ട്രേഷൻ ഉണ്ട്. അതിന്റെ കൂടെ ഫസ്റ്റ് 2 സെക്കൻഡ് കഴിയുമ്പോഴേക്ക് നമുക്ക് അതെ കഥയുടെ ഓപ്പണിംഗ് തന്നെ മനസ്സിലാവും. കഥ മനസ്സിലാകും. പക്ഷെങ്കിൽ ഇതില് ആരാണ്, എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണെന്ന് ഫുൾ സിനിമ കണ്ടാലേ മനസ്സിലാവും. അതെ അതെ ഇതിന്റെ ഒരു വൺ ലൈൻ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു വൺ ലൈൻ ഓൾറെഡി ഈ കഥ തുടങ്ങുമ്പോൾ തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഒരു എലിയും പാമ്പും തമ്മിലുള്ളൊരു സംഭവം. അതിൽ തന്നെ ഈ കഥയുടെ വൺ ലൈൻ. ഓക്കെ, സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല സിനിമ, വളരെ നല്ല സിനിമയാണ്. അപ്പൊ ഇതിന്റെ ഡയറക്ടർ സുധീഷ് ശങ്കർ, ആളൊരു മലയാളിയാണെന്ന് തോന്നുന്നു. കാരണം വർക്ക് ചെയ്തിട്ടുള്ളത്, ലാസ്റ്റ് ചെയ്തിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് ദിലീപിന്റെ പടമാണ്. പിന്നെ അത് കൂടാണ്ട് ഒരുപാട് സീരിയലുകൾ നമ്മുടെ അമ്മമാർക്കൊക്കെ പറഞ്ഞാൽ അറിയാം, പരസ്പരൊക്കെ ലിസ്റ്റിൽ കണ്ടു. ഏഷ്യാനെറ്റ്, അതുപോലെ തന്നെ സൂര്യ, ഇതിലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സീരിയലുകൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്, അതിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മുടെ കുടുംബ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ സുധീഷിന്റെ ഒരു തമിഴ് ഡെബ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. അറിയില്ല, നമ്മുടെ അറിവില് ലാസ്റ്റ് ചെയ്തത് ദിലീപേട്ടന്റെ പടമാണ്. സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമ ഓവറോൾ ഇറ്റ്സ് എന്താ പറയാ, ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി. പിന്നെ അതുപോലെ തന്നെ അതിന്റെ പാട്ടായിക്കോട്ടെ, യുവൻ ശങ്കർ രാജയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ആവശ്യത്തിനുള്ള പാട്ടുകൾ, അനാവശ്യമായിട്ടുള്ള പാട്ടുകൾ, നല്ല സ്റ്റോറി ലൈന്, അതിന് കണക്കായ BGM, ലൈക്ക് നൈസ്. കഥയുമായിട്ട് ബ്ലെൻഡ് ആയിട്ട് പോകുന്ന ഒരു. പിന്നെ എനിക്കൊരു വെറൈറ്റി തോന്നുന്നത്, നമ്മൾ ഫാഫേന ഈ ഒരു രീതിയിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തമിഴുകാർ അതിലൊരു പോരായ്മ തോന്നിയാന്ന് വെച്ചാല് ഫാഫേന ഇതേപോലെ ഇതേ കോസ്റ്റ്യൂം, ഇതേ അറ്റയർ, ഇതേ ബോഡി ലാംഗ്വേജ് നമ്മൾ മലയാളീസ് നോർമലി കാണുന്ന ഫാഫ തന്നെയാണ് അതിലുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു തമിഴ് പ്രേക്ഷകർക്ക് അതൊരു പുതിയ ഫാഫയായിരിക്കും. ഇതുവരെ വന്നിട്ടുള്ള ഫാഫയുടെ ക്യാരക്ടർ കുറച്ചൊരു അങ്ങനെ ഭയങ്കര പവർഫുൾ ഇതാണ്. ഇത് ഭയങ്കര നാച്ചുറലി നമ്മൾ ഫാഫിനെ കാണുന്ന ലൈക്ക് ആ ഒരു ഈവൻ ആള് ഉപയോഗിച്ചിരിക്കുന്ന കോസ്റ്റ്യൂം, ആ ചെക്ക് ഷർട്ടും മറ്റേ ഈ പറഞ്ഞ മാതിരി ആ ട്രാക്ക് സ്യൂട്ടും, അത് കോസ്റ്റ്യൂം പോലും നമ്മള് പല സിനിമയിലും ഫാഫയുടെ കണ്ടിട്ടുണ്ട്. പിന്നെ സിനിമ തുടങ്ങുന്ന തൊട്ട് ഒരു ഫസ്റ്റ് ഹാഫ് വരെ സിനിമ ഭയങ്കര ഒരു ഇങ്ങനെ ഒരു സാധാരണ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നമുക്കറിയില്ലായിരുന്നു ഒരു ക്രൈം ത്രില്ലർ മൂവി ആണെന്നുള്ളത്, അറിയില്ലായിരുന്നു. ഫാഫയുടെ പെർഫോമൻസും അതുപോലെ തന്നെ അവരുടെ വടിവേലുന്റെ പെർഫോമൻസും അവരുടെ കോംബോ, പിന്നെ അതിലുള്ള ചെറിയ ചെറിയ നോക്ക് ജോക്സ് ടൈപ്സ്, ഇതൊക്കെ കണ്ട് ആസ്വദിക്കാന്നുള്ള വിചാരിച്ചിട്ടാണ് നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഇന്റർവെൽ അങ്ങോട്ട് തീരുന്നതോടുകൂടി ഞങ്ങള് ലൈക്ക് ഇതായിരുന്നോ ആ ഫസ്റ്റ് ഹാഫിന്റെ മേക്കിങ്ങും ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫ് വന്നപ്പോ, പക്ഷേ ഒരു കാര്യം പറയാനുണ്ട്, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലാണ് ആ ഒരു ഇങ്ങനെയാണ് പടം എന്നുള്ളതിന് ഒരു ഇത് വരുന്നത്. പക്ഷെ അവിടെ നമ്മുടെ എക്സ്പെക്ടേഷൻ ലെവൽ ഈ ലെവലിലോട്ട് അങ്ങോട്ട് കയറി. എന്റെ പൊന്നി എന്താണ് ഇനി സെക്കൻഡ് ഹാഫിൽ വരാൻ പോണെന്ന്. പക്ഷെ അവിടെ എന്തോ ഭയങ്കര മേക്കിങ്ങിലൊക്കെ ഒരു എനിക്ക് വല്ലാത്ത പോരായ്മകൾ ഫീൽ ചെയ്തു. അവിടെ നിന്ന് അങ്ങോട്ട് എന്തോ
ആ ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് എത്തും തോറും പല എന്താ പറയാ അതിന്റെ പ്ലോട്ടിലാണെങ്കിലും അതുപോലെ തന്നെ എനിക്ക് പ്ലോട്ടിൽ ചെറിയൊരു സാധനം എനിക്കും തോന്നി, ഇങ്ങനെ ഒരു സാധനത്തിൽ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റോറി ലൈൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് തോന്നി. പക്ഷെ എന്നാലും അവരുടെയൊക്കെ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് അതൊക്കെ ബാലൻസ് ചെയ്ത് സെക്കൻഡ് ഹാഫ് തൊട്ട് എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് മേക്കിങ്ങിൽ കുറച്ച് വീക്കായി പോയിട്ടുണ്ടോ എന്നൊരു സംശയം വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ ക്രൈം ചെയ്യുന്ന ഒരാൾ ഇത്രയും ഇന്റൻസിറ്റിയോടുകൂടി അത് ചെയ്യാൻ അതിനൊരു പ്രോപ്പർ റീസൺ ആണ്. ആ പ്ലോട്ടിങ്ങിൽ ആ ഒരു സാധനം എനിക്കും തോന്നി. അങ്ങനെ ഒരു സംഭവങ്ങൾ ഇൻസിഡൻസ് സംഭവിക്കുമ്പോൾ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിന് ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു കാരണം കാണിക്കണം. അതിന് അവിടെ കാണിച്ച കാരണം ഇനഫ് ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനഫ് അല്ല, പിന്നെ അതുപോലെ തന്നെ വെറുതെ കാരണങ്ങൾ, അതായത് ആ ഇൻസിഡൻസ് കാണിക്കാൻ വേണ്ടി വെറുതെ കാരണങ്ങൾ നിരത്തി വെച്ച മാതിരി തോന്നി. അത് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും എനിക്ക് അവരുടെ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്ന ഒരു ബ്രില്യൻസ് ഉണ്ടല്ലോ. ഈവൻ ഫഹദ് ഫാസിൽ ഒരു കടയിൽ ഷോപ്പിൽ കയറിയിട്ട് ഒരു നമ്പർ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ആ ഒരു ടാക്ടിക്കുകളും കാര്യങ്ങളും ആ ബ്രില്യൻസും കാര്യങ്ങളും അതൊക്കെ ഈ സെക്കൻഡ് ഹാഫിലെ മേക്കിങ്ങിൽ വളരെ മേ ബി അത് അവരെ സ്റ്റോറി ലൈക്ക് ആ സാധനം പിടിക്കാൻ വേണ്ടിട്ട് പോയതുകൊണ്ടായിരിക്കും തോന്നുന്നു. പക്ഷെ എന്നാൽ പോലും അങ്ങനെ ഒരു അതുപോലെ തന്നെ സിനിമയുടെ മറ്റൊരു പോരായ്മയാണ് ഇത്രയും ലെങ്ത്. മനസ്സിലായോ? നമ്മൾ ഫസ്റ്റ് ഹാഫിൽ വന്നിട്ട് പെട്ടെന്ന് ഇന്റർവെല്ലിൽ തന്നിട്ടുള്ള ഒരു പഞ്ചുണ്ട്, അയ്യോ ഇനിയൊരു സംഭവം വരാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞത് അത് വലിച്ചു നീട്ടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് ഒന്നാമത് ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് പടം കാണാൻ പോയത്, അതുകൊണ്ട് ചിലപ്പോൾ ഉറക്കത്തിന്റെ പ്രശ്നമുണ്ടാകുന്നില്ല. എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി നല്ല ടയേർഡ് ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ സാധനങ്ങൾ ഫസ്റ്റ് ഹാഫ് വരെ ഞാൻ ഇങ്ങനെ റിലാക്സ് ആയി എൻജോയ് ലൈക്ക് അങ്ങനെയായിരുന്നു. ലൈക്ക് നല്ല ഇങ്ങനെയായിരുന്നു. സെക്കൻഡ് തിങ് ഉണ്ടല്ലോ, എനിക്ക് സെക്കൻഡ് ഹാഫിൽ ഉറക്കില്ലായിരുന്നു. സെക്കൻഡ് ഹാഫിൽ എന്തുട്ടാ അത് ഇതെന്നാ മനസ്സിലായോ? ഞാൻ സെക്കൻഡ് ഹാഫിലായിരുന്നു ഞാൻ ഭയങ്കര അലേർട്ട്. ഈവൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാൻ ഇരുന്ന പൊസിഷനൊക്കെ ലൈക്ക് ഇങ്ങനെ ഇരുന്നതൊക്കെ മാറി ഞാൻ ഇങ്ങനെ തന്നെ ആയിപ്പോയിരുന്നു. ലൈക്ക് എന്താണ് എവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്യാൻ വേണ്ടിട്ട്. ലൈക്ക് അത്രയൊന്നും ഇല്ല, പക്ഷെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ അതിലെന്തോ ഇന്റൻസിറ്റി ഉണ്ടാവുന്നതുകൊണ്ട് ഞാൻ ഒരു എക്സ്പെക്ടേഷൻ ആണ് നമുക്ക് ഇന്റർവെൽ പഞ്ചിൽ തന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര സംഭവം ഞാൻ ചെയ്തത് കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ സിനിമയിലെ ആ ബ്രില്യൻസ് പറയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഇന്റർവെല്ലിൽ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് മുമ്പ് വടിവിലൊരു ഡയലോഗ് പറയുന്നുണ്ട്, നമ്മൾ കുറെ നേരം ആയില്ലേ സെയിം ഗിയറിൽ പോകുന്നു, ഗിയർ മാറുന്നുണ്ട്. ആ ഗിയർ മാറിയത് നമുക്ക് സെക്കൻഡ് ഹാഫിൽ ശരിക്കും മനസ്സിലായി. കാരണം ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ലൈക്ക് ആ ഒരു സോൺ വ്യത്യാസമുണ്ട്, മൊത്തം ഒരു മാറ്റം ചേഞ്ച് ഉണ്ട്. അതേ ഉള്ളൂ. പ്രത്യേകിച്ച് പറയാന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫില് വീക്ക് ആയിപ്പോയിട്ടുള്ള മേക്കിങ്ങിന്റെ ഒരു അല്ല, എന്നാലും ഭയങ്കരമായ സിനിമ അങ്ങനത്തെ ഒരു സാധനവും ഇല്ല. അങ്ങനെ എന്താ പറയാ, അയ്യോ നിങ്ങൾ അങ്ങനത്തെ ഒരു സിനിമ അങ്ങനെയുള്ളതും ഇല്ല. മേ ബി മലയാളി ഓഡിയൻസിന് അതില് ഈ രണ്ട് ക്യാരക്ടറിൽ അവര് എന്തിലേക്കാണ് എത്തിച്ചേരുന്നത്. കാരണം ഈ കഥ തുടങ്ങുന്നത് ഒരു മോഷണത്തിന്റെ ഒരു സംഭവമായിട്ടാണ്, ബേസിലാണ്. പക്ഷെ അത് എവിടെ ചെന്ന് അവസാനിക്കുന്നു, അതിൽ എന്ത് സംഭവിക്കുന്നു, എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നു, ആ ജേണിയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ആ സിനിമ ഉടനീളം ആസ്വദിക്കുന്നത്. അതെന്തായാലും നമുക്ക് എന്താ പറയാ കണ്ടിരിക്കാം, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. നല്ല പക്ഷെ ക്ലൈമാക്സ് ഒക്കെ കുറച്ച് വീക്കാണ്, പക്ഷെ എന്നാലും ഓക്കെ, ജസ്റ്റിഫയബിൾ ആണ്. പക്ഷെ എന്നാലും ഫഹദൊക്കെ നന്നായിട്ട് പെർഫോമൻസ്, രണ്ടുപേരുടെ പെർഫോമൻസ് നല്ല പെർഫോമൻസാ എനിക്ക് ഇഷ്ടം. പെർഫോമൻസ് വൈസ് ഇവൻ സിത്താര വന്നിട്ടുണ്ട്, നമ്മളെ പഴയ രാജഹംസമി അവരല്ലേ, സിത്താര ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് വീക്ക് വേറെ കാര്യങ്ങൾ തോന്നിയെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ അതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിന്റെ എക്സ്ട്രീം ലെവലൊക്കെ പല സിനിമകളിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വളരെ വീക്കായിട്ട് കാണിക്കുന്ന പോലെ അവരെ ട്രാക്ക് ചെയ്യാനും ഇപ്പൊ പറഞ്ഞ മാതിരി അല്ല ഞാൻ പറയുന്നത് അതെന്താന്നറിയോ, നമ്മളിപ്പം അങ്ങനെ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഇത് കണ്ടിട്ട് നമുക്ക് അങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള സാധനം കാണുമ്പോൾ തൃപ്തിയാവാത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഒരു സിമ്പിൾ ഇൻവെസ്റ്റിഗേഷൻ, ഇപ്പം നമ്മളെ ഈ സിനിമേന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ അല്ല. അപ്പൊ അവർ അതിന് അത്ര ഇമ്പോർട്ടൻസ് അവിടെ ഇൻസിഡന്റ് സംഭവിച്ചാലും അത് പറയുന്നേക്ക് അത് സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മള് എപ്പോഴും ഇത് ഇൻസിഡന്റ് സംഭവിച്ചത് ഒരു കാര്യം, അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് വേറൊരു സാധനത്തിലാണ്. അപ്പോൾ ഇതൊരു പാരലലി എന്തൊരു ഇൻസിഡന്റ് സംഭവിച്ചാലും ഒരു പോലീസ് വരിക, എൻക്വയറി എടുക്കുക. നിങ്ങൾ നമ്മളെ പഴയ സിനിമകളിൽ ശ്രദ്ധിച്ചാൽ മതി, വലിയ വലിയ കാര്യങ്ങൾ നടന്നാലും പോലീസ് ജസ്റ്റ് വന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് പോകുന്ന അത്രേ പോലീസിന് ഉണ്ടാവുള്ളൂ.
അത്രേ അവരവിടെ കാണിക്കുന്നുള്ളൂ. അതവിടെ നടക്കുന്നുണ്ട്. പോലീസിന് അവിടെ വലിയ കാര്യം ഉള്ളൊരു സംഭവം ഇല്ല, അത്രേ ഉള്ളൂ. പക്ഷെ കാണിക്കുന്ന ക്രൈം നടന്നാൽ പോലീസ് വരണം, അതൊരു നിർബന്ധമുള്ള കാര്യമാണ്. സോ അത് അവരത് കാര്യത്തിൽ ഇത്തിരി ലോജിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ. പക്ഷെ നമുക്കിപ്പൊ റീസെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ലൈക്ക് ക്രൈം ത്രില്ലർ അങ്ങനെയൊക്കെ വരുമ്പോൾ പോലീസിന്റെ ഭയങ്കര ഈ ഫോറൻസിക് അങ്ങനത്തെ ഭയങ്കര ഇന്റൻസീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം. നമുക്കത് നല്ല നോളജ് ഉണ്ട്. അപ്പൊ ആ നോളജ് ഉണ്ടാകുമ്പോൾ നമ്മള് അതാ കണ്ട ആടെ അത് ആവശ്യമായിരുന്നു, അത് അവര് ചെയ്തില്ല, അങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചില സമയങ്ങളിൽ നല്ലതാണ്, ചില സമയങ്ങളുണ്ടല്ലോ ചിലപ്പോൾ നമ്മൾ ആ പ്യുവർ ആയിട്ടുള്ള ക്രാഫ്റ്റ് എൻജോയ് ചെയ്യാൻ മറക്കും ഇങ്ങനെയുള്ള സാധനം വരുമ്പോൾ. എനിക്ക് പേഴ്സണലി തോന്നാറുള്ള കാര്യം അത്. അപ്പോ നല്ല മൂവിയാണ്, എല്ലാവരും തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യണം. വാച്ച് ചെയ്യേണ്ട സിനിമയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സൗണ്ട് മിക്സിംഗ് ഒക്കെ നല്ല രസമുണ്ട്. അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് കാണുമ്പോൾ അതിന്റെ സൗണ്ട് മിക്സിംഗ് ഒക്കെ എടുത്ത് പറയേണ്ട വർക്ക് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി, അതുപോലെ കാരണം അതിൽ അങ്ങനെ ഒരു ഗ്രാമ അന്തരീക്ഷത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. അതൊക്കെ കണ്ട് ആസ്വദിക്കാനൊക്കെ പറ്റുന്ന ഒരു വേ ഓഫ് സിനിമാറ്റോഗ്രാഫിയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഓവറോൾ ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണുക, ആസ്വദിക്കുക, മസ്റ്റ് വാച്ച്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞതൊക്കെ ഞങ്ങളുടെ മാത്രം അഭിപ്രായമാണ്. ഞങ്ങളുടെ എല്ലാ എപ്പിസോഡിലും കമ്പൽസറി ആയിട്ട് പറയുന്നതാണ്. കാരണം ഞങ്ങൾ ആസ്വദിച്ച പോലെ ആയിരിക്കില്ല നിങ്ങൾ ആസ്വദിച്ച. ലാസ്റ്റ് പോയി കഴിഞ്ഞിട്ട് അവരങ്ങനെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെയല്ല, അങ്ങനെയല്ല, ഇത് ഞങ്ങളുടെ വേ ആണ്. ഇപ്പൊ ഞങ്ങൾക്കിടയിൽ തന്നെ ഇത് പോകുമ്പോ തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത്രയും ലേറ്റ് ആയിട്ട് പോകുമ്പോ ഉറക്കം ഇതിനെ ബാധിക്കുമോ, ഇതിന്റെ ആസ്വാദനത്തെ ബാധിക്കുമോ എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ജനറലി ഞാൻ, കാരണം നമ്മളെ കൂട്ടത്തിൽ ഞാനാണ് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് വന്നത്, ലൈക്ക് വയ്യാത്തതുകൊണ്ട് ഞാനാണ് അങ്ങനെ വന്നത്. പക്ഷേ എന്താ പറയാ, ഫസ്റ്റ് ഹാഫ് എല്ലാം ആ ഒരു ഇതിലെത്തുമ്പോഴത്തേക്ക് ഞാൻ ഉണർന്നായിരുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. മൂവി ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതുവരെ ബൈ.